ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ പറയണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ജോബ് 14:17 ബേസ് ചെയ്തിട്ടാണ്. ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 14:17. മുദ്ര വെച്ചെങ്കിൽ പിന്നെ തുറക്കണ്ട. നമുക്കറിയാം, വിഷമമുള്ള കാര്യമാണെങ്കിൽ പോലും ബാങ്ക് വന്ന് ചിലപ്പോൾ ജപ്തി ചെയ്യാൻ വേണ്ടിയൊക്കെ ചില സംഘങ്ങൾ മുദ്ര വയ്ക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണം പോലീസ് ചില കേസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കെട്ടിടമെന്നെങ്കിൽ മുദ്ര വെച്ച് അല്ലെങ്കിൽ താഴേക്ക് മുദ്ര, പിന്നെ തുറക്കാൻ ആർക്കും അനുവാദമില്ല. കാരണം അവരെ വാക്കാവ് തുറക്കാൻ അനുവാദമുള്ളൂ എന്ന് പറയുന്ന പോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില കാര്യങ്ങൾ ദൈവം മുദ്ര വെച്ചതാണെങ്കിൽ പിന്നെ തുറക്കുകയേ വേണ്ട. ഹല്ലേലൂയ. എന്താണ് വചനം പറയാണ്, എൻ്റെ അതിക്രമങ്ങളെ സഞ്ചിയിലാക്കി മുദ്ര വയ്ക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് വെളിപ്പെടുത്തുകയാണ് കേട്ടോ. എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട സഹോദരൻ, ഞങ്ങളുടെ അതികൃത്യങ്ങൾ പാപങ്ങൾ മുദ്ര വയ്ക്കും. എന്നിട്ട് പറയാതെ അവിടുന്ന് അതെല്ലാം മറയ്ക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു ദൈവ പൈതൽ വിശുദ്ധ കുമ്പസാരത്തിലൂടെ തങ്ങളുടെ പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ സംഭവിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, എൻ്റെ പാപങ്ങളെ അവിടുന്ന് ഒരു സഞ്ചിയിലാക്കി മുദ്ര വയ്ക്കും, എൻ്റെ അകൃത്യങ്ങളെ അങ്ങ് മറയ്ക്കും. അങ്ങനെ നമ്മൾ കുമ്പസാരത്തിൽ പാപം ഏറ്റു പറഞ്ഞാൽ ദൈവം എന്നേക്കുമായിട്ട് ആ പാപം ഒരു സഞ്ചിയിലാക്കി മുദ്ര വയ്ക്കുക. മുദ്ര വയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ പിന്നെ ആർക്കും അത് തുറക്കാൻ അവകാശമില്ല. ദൈവം സീൽ ചെയ്തിരിക്കുന്നത്. വി ആർ നോട്ട് സപ്പോസ് ടു ഓപ്പൺ ഇറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ ഒരിക്കലും അതിനെക്കുറിച്ച് ഓർക്കാനോ കുറ്റബോധത്തിലൊന്നും. എന്നിട്ട് പറയുകയാണ്, അതിന് ആർക്കും കാണാതിരിക്കാൻ വേണ്ടി ദൈവം അത് മറയ്ക്കും. ദൈവം അത് മറന്നു. ഹെബ്രായർ 8:12 മനോഹരമായ വചനമുണ്ട്, നിങ്ങൾ അനീതികൾ നേർക്കാൻ കരുണയുള്ളവനായിരിക്കും. ഐ വിൽ റിമെമ്പർ യുവർ സിൻസ് നോ മോർ. ഞാൻ ഇനി ഒരിക്കലും നിങ്ങളുടെ പാപങ്ങൾ ഓർക്കുകയല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, കുറ്റബോധം എന്ന് പറയുന്നത് പിശാചിൻ്റെ ഒരു പ്രലോഭനവും കൂടിയാണ്. ഇറ്റ് വിൽ പുൾ ബാക്ക്. നമ്മളെപ്പോഴും ഇങ്ങനെ പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഒരിക്കൽ നമ്മൾ കുമ്പസാരിച്ച ഒരു പാപമാണെങ്കിൽ ശരിക്കും അനുതാപത്തോടെ കുമ്പസാരിച്ച് ഏറ്റുപറഞ്ഞ് നമ്മൾ പ്രായശ്ചിത്ത പരിഹാരം നിർവഹിച്ചതായ സംഗതിയാണെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുക ഓർക്കുക പോലും വേണ്ട. നമ്മൾ ഏത് ടോക്കുകൾ എന്ത് കാര്യങ്ങൾ കേട്ടാലും പിന്നെ അതിൻ്റെ പരിണത പലരും പ്രത്യാഘാതം വരുന്നത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ദൈവത്തെ മറന്നതാണ്, ദൈവത്തെ മറച്ചതാണ്, ദൈവം മറ്റൊരാൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന സംഗതിയല്ലത്. അതുകൊണ്ട് ദൈവം ചെയ്ത് ദൈവം മറന്നത് ഓർമ്മ വെച്ചോണ്ടിരിക്കുക. അതാ പറഞ്ഞത്, മുദ്ര വെച്ചാണ് പിന്നെ തുറക്കാൻ പോകണ്ട. സമാധാനമായല്ലോ. ഹല്ലേലൂയ കേട്ടോ. നല്ല വചനമാണ്. വലിയ ആശ്വാസവും കോൺഫിഡൻസും ഒക്കെ തരുന്ന വചനമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് സ്തുതിക്കാം. ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഏതെങ്കിലും ദേശങ്ങൾ ഒരുപാട് മാനസികമായി വിഷമം അനുഭവിക്കുന്ന ഏതെങ്കിലും വൈദികരുണ്ടെങ്കിൽ, മിഷൻ പ്രദേശങ്ങളിലുള്ളവരാകാം, എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിൽ അകപ്പെട്ടവരാകാം, അങ്ങനെയുള്ള എല്ലാ വൈദികർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ഒപ്പം തന്നെ കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് നല്ല തീക്ഷ്ണതയോടെ ശുശ്രൂഷയാണ് പ്രത്യേക അഭിഷേകം നിറയട്ടെ. ഇന്നത്തെ വചനശുശ്രൂഷ സംബന്ധിച്ച് നിങ്ങളുടെ ഓരോരുത്തരെയും ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അന്ധകാര ശക്തികളെ ബന്ധിക്കുന്നു, പൈശാചിക ശക്തികളെ ബന്ധിക്കുന്നു. തടസ്സങ്ങൾ വിട്ടുപോകട്ടെ. ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ ശക്തമായ അനുഗ്രഹമായി മാറട്ടെ. നിങ്ങളുടെ നിയോഗങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. യാത്രകളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്വപ്നങ്ങളെല്ലാം സഫലമാകട്ടെ. നല്ലത് മാത്രം നിങ്ങൾക്ക് സംഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.